രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പഠിച്ച ലിവിങ് വേൾഡിൽ നമ്മൾ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം പറഞ്ഞു. ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ലിവിങ് വേൾഡിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അവർക്ക് നമ്മൾ പേര് കൊടുക്കാൻ പോവാണ്. അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. അതാണ് ഇനിയുള്ള പാർട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർഗാനിസത്തിനെ നോക്കിയാൽ ലോകത്ത് 1.7 to 1.8 മില്യൺ വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്നാണ് പറയുക. 17 ലക്ഷത്തോളം അല്ലെ 18 ലക്ഷത്തോളം വെറൈറ്റി ഓർഗാനിസംസാണ് ഈ ലോകത്തുള്ളത്. ഈ ഓർഗാനിസത്തിനെ എല്ലാം നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇവർക്ക് എങ്ങനെ നമ്മൾ പേര് കൊടുക്കും? ഈ പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? എന്തിനെ ബേസ് ചെയ്താൽ നിങ്ങൾ പേര് കൊടുക്കുക? ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുക. ഇവർക്ക് ഓരോ ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്നതിനെ നമ്മൾ നോമൻക്ലേച്ചർ എന്നാണ് പറയുക. ദ നെയിമിംഗ് പ്രോസസ് ഓഫ് ഓർഗാനിസം ഈസ് കാൾഡ് ദ നോമൻക്ലേച്ചർ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഒരു സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാളുടെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് നമ്മളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിൽ വെച്ച് കണ്ട ഒരു ഫ്രൂട്ടിൻ്റെ കാര്യം പുള്ളി ഡിഫൈൻ ചെയ്യുകയാണ്. പുള്ളിക്ക് അതിൻ്റെ പേര് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് പുള്ളിൻ്റെ അടുത്ത്, അങ്ങനെ ഒരു ഫ്രൂട്ട് കിട്ടിയോ? എന്തായിരുന്നു ആ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത? അപ്പോൾ പറയുന്നു അത് വലിയ സൈസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വലിയ സൈസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് മത്തങ്ങ വരും, ചക്ക വരും, അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ടുകളുടെ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ ഫ്രൂട്ടിന് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? അപ്പോൾ പുള്ളി പറയുകയാണ് അതിൻ്റെ പുറത്തൊക്കെ മുള്ളു പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ അടിക്കും. ചക്കയാണോ ഇനി കൈതച്ചക്കയാണോ? ഒരു കൺഫ്യൂഷനായി. അപ്പോൾ പുള്ളി വീണ്ടും ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ നമ്മൾ വീണ്ടും ഇങ്ങനെ നമുക്ക് ഈ കാര്യം എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയുകയാണ് അതിൻ്റെ കായ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് കായ അതിൻ്റെ ഉൾവശത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിച്ചു ഈ പുറത്തുള്ള സാധനങ്ങളൊന്നും അല്ല. ഏതാ മുള്ള് വന്നപ്പോൾ എന്തായാലും പഴമല്ല, കൊലയല്ല, ഇങ്ങനെ ചക്കയോ കൈതച്ചക്ക അങ്ങനത്തെ എന്തോ സാധനമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളതിനെ മുറിച്ച് നോക്കി. അപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരുന്നു? പ്രത്യേകം അതിനകത്ത് ഫ്രൂട്ട് ചെറിയ സാധനങ്ങളായിട്ട് അതിനകത്ത് കായ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകത? അപ്പോൾ പറഞ്ഞു അതിനകത്ത് പശ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും ഇയാൾ ചക്കയെക്കുറിച്ചാണ് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനം ഒരു കൺക്ലൂഷൻ എത്തിച്ചേരും. അവസാനം നമ്മൾ പറയും നമ്മുടെ ചക്ക എന്ന് പറയും. ശരിയല്ലേ? ഇതുപോലെ ഈ ലോകത്തുള്ള ഈ 17 ലക്ഷം വെറൈറ്റി, 17 ലക്ഷം ഓർഗാനിസം എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ അത്രയും വെറൈറ്റി ഓർഗാനിസംസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഓർഗാനിസത്തിനെ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യുക? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുമാർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അവരിങ്ങനെ ഇതിൻ്റെ പുറത്ത് റിസർച്ച് നടത്തി ഒരുപാട് ഒരു സിസ്റ്റം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ഓർഗാനിസം ഇത്രയും പേര് കൊടുത്ത് നമ്മൾ തരംതിരിക്കുന്നത്? അതിനെ നമ്മൾ പ്രോസസ്സിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് പറയുക. ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. ഐഡൻറ്റിഫിക്കേഷൻ ഇത് ഞാൻ പറഞ്ഞ ആ കഥയുമായി ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക അതിനകത്ത്? ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ അയാളോട് കാര്യങ്ങൾ ചോദിച്ച് അയാൾ തരുന്ന വിശദീകരണങ്ങൾ വെച്ചിട്ട് നമ്മൾ അവസാനം ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇത് ചക്കയാണ് ഇത് പറയുന്നത്, ചക്കയെക്കുറിച്ചാണ് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇത് ഏത് ഗ്രൂപ്പിനകത്ത് വരുന്നത്? ഇത് പ്ലാന്റ് ആണോ, അനിമൽ ആണോ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ചെറിയ ആൽഗ പോലത്തെ സാധനങ്ങളാണോ, എന്ത് ഗ്രൂപ്പിനകത്ത് വരുന്നു എന്ന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. അങ്ങനെ നമ്മളതിനൊരു ഗ്രൂപ്പിനകത്തേക്ക് മാറ്റും. ഇതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. എന്താ പറയും? ക്ലാസിഫിക്കേഷൻ. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ പേര് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ദ നെയിമിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് കാൾഡ് ദ നോമൻക്ലേച്ചർ. ദ 3 ആക്ടിവിറ്റീസ് ഫോർ ഡിഫൈനിങ് ആൻ ഓർഗാനിസം ഈസ് കാൾഡ് ഇത് 3 പ്രക്രിയകളും കൂടെ ചേർന്ന് വരുന്ന പ്രത്യേകതയെ നമ്മൾ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കാൾഡ് ദ ടാക്സോണമി. ഇതിനെയാണ് ടാക്സോണമി എന്ന് പറയുക. ഇങ്ങനെ നിങ്ങൾക്ക് ജീവികളെ വർഗീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ഈ ടാക്സോണമി എന്ന് പറയുന്ന പ്രക്രിയ ഡിഫൈൻ ചെയ്തു തന്ന ആളിൻ്റെ പേര് ഇറ്റ് ഈസ് കാൾഡ് ഹിസ് നെയിം ഈസ് കാൾ ലിനേയസ് എന്നാണ് പറയുക. നമ്മൾ കരോളസ് ലിനേയസ് എന്ന് എഴുതാം. കാൾ ലിനേയസ്.
ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആളാണ്. നമ്മളിനി ഒന്ന് രണ്ട് സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും പഠിക്കുന്നുണ്ട്, കാൾ ലിനേസിൻ്റെ കാര്യം. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് വർഗീകരണം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇദ്ദേഹമാണ്. കാൾ ലിനേസ് ആണ് ദ ഫാദർ ഓഫ് ടാക്സോണമി. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് പേര് കൊടുക്കുന്ന ദ ഹോൾ പ്രോസസ്, ഇറ്റ് ഈസ് കാൾഡ് ദ ടാക്സോണമി. Taxonomy was defined by the term also, it was proposed by Carl Linnaeus, and he is considered as the father of taxonomy. ഇനി നമുക്ക് വേറൊരു പാർട്ട് പറയാനുണ്ട് ഇതിൻ്റെ കൂടെ. നമ്മുടെ ടാക്സോണമിയുടെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു തന്നു. ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ദെൻ നമ്മൾ വരുന്നത് ഒരു ഓർഗാനിസത്തിന്, ആ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഏതെല്ലാം തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റീസ്. ഇപ്പോൾ നമ്മൾ മാവ് തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ടാകും. കിളിച്ചുണ്ടൻ മാവുണ്ടാവും, അൽഫോൺസ മാവുണ്ടാവും, കർപ്പൂര മാങ്ങ ഉണ്ടാവും, ഇങ്ങനെ കുറേ വെറൈറ്റി മാവുകളുണ്ട്. അപ്പോൾ ഒരു ഓർഗാനിസം അതിൻ്റെ ഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ ആ ഓർഗാനിസം ആ എൻവയോൺമെൻറ്റിൽ, അതിൻ്റെ എക്കോസിസ്റ്റത്തിലുള്ള മറ്റു ഓർഗാനിസവുമായിട്ട് എങ്ങനെ എന്ത് ചെയ്യുന്നു, അത് റിലേറ്റ് ചെയ്യുന്നു, അത് ഇൻ്ററാക്ട് ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ശാഖയെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളണം. സിസ്റ്റമാറ്റിക്സ്, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഓർഗാനിസംസ്, ദെയർ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് is called systematics. ഈ ടേമും പ്രപ്പോസ് ചെയ്തത് ലിനേസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തന്നെയാണ്. ഇദ്ദേഹം ഇതെവിടെയാണ് ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനുണ്ട്, സിസ്റ്റമേ നാച്ചുറേ എന്നാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റമേ നാച്ചുറേ. ഈ നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയ ഈ പാർട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാൾ ലിനേസ് ഇമ്പോർട്ടൻ്റ്, ടാക്സോണമി ഇമ്പോർട്ടൻ്റ്, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം, അതുപോലെ തന്നെ അത് ഏത് പുസ്തകത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ ടാക്സോണമിയുടെ പല സ്റ്റേജുകളിലെ പാർട്ടുകളിലേക്ക്, അതിൻ്റെ പ്രോസസ്സുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സയൻറ്റിസ്റ്റുമാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓർഗാനിസംസിനെ തരംതിരിക്കുന്നതിനും അവരെ പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളെല്ലാം കൂടെ ഇന്ന് ക്രോഡീകരിച്ച് ഇന്ന് നമ്മുടെ പീനൽ കോഡ് പോലെ, നമ്മുടെ നീതി വ്യവസ്ഥ അതിന് വേണ്ടിയിട്ട് കോഡുണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് ജീവികൾക്ക് പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചതിൽ പ്ലാന്റ്സിൻ്റെ പേര് കൊടുക്കുന്നതിനും അവരെ തരംതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഡുണ്ട്. അതിന് നമ്മൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണിത്. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അന്താരാഷ്ട്രപരമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കോഡ്. എന്തിനു വേണ്ടിയിട്ട്? ബോട്ടാണിക്കൽ എന്ന് പറഞ്ഞ പേരിനകത്ത് തന്നെയുണ്ട്, സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. സസ്യങ്ങളുടെ പേരും അവരുടെ വർഗീകരണവും ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കോഡ്, അതിനെയാണ് ICBN എന്ന് പറയുക. ഇനി ഇത് അനിമൽസിലാണെങ്കിലോ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്തായിരിക്കുമെന്ന്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ അനിമൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അനിമൽ നോമൻക്ലേച്ചർ എന്ന് പറയുമോ? നമ്മൾ അനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ പാർട്ട് സുവോളജിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ് അതിന് പറയുക, ICZN. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. പരീക്ഷയുടെ ക്വസ്റ്റിൻ്റെ പാറ്റേൺ തന്നെ ഞാൻ പറഞ്ഞു തരാം. അത് ഇങ്ങനെയായിരിക്കും: ICBN കുത്തിട്ടിട്ട് പ്ലാന്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ടാകും, എന്നിട്ട് ഇവിടെ ഡാഷ് ഇട്ടിട്ട് ഇവിടെ ആനിമൽസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം, ICZN എന്ന് ഡിഫൈൻ ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ രണ്ട് കോഡുകൾ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പ്ലാന്റ്സിനും അനിമൽസിനും പേര് കൊടുക്കുന്നതിന്, അവരെ ടാക്സോണമി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ഒരു പോർഷനും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഒരു പാർട്ടാണ്,
ക്ലാസിഫിക്കേഷൻ വേറൊരു പാർട്ടാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഏത്, നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന നെയിമിംഗ് പ്രോസസ്സ്. നമുക്ക് അവിടേക്ക് വരാം. ഈ നെയിമിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഈ നമ്മൾ നേരത്തെ പഠിച്ച സിസ്റ്റമാറ്റിക്സ് ഡിഫൈൻ ചെയ്ത് തന്ന, ടാക്സോണമി ഡിഫൈൻ ചെയ്ത് തന്ന ആ ശാസ്ത്രജ്ഞൻ തന്നെ ഇവിടെയും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഈ പേരുകൾ ഇങ്ങനെ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ കാൾ ലിനേസിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ നിങ്ങൾക്ക് 2 എണ്ണം എഴുതാൻ പറ്റും. സിസ്റ്റമാറ്റിക്സിനെ ഡിഫൈൻ ചെയ്ത ഇദ്ദേഹമാണ്, ടാക്സോണമി നമ്മൊരു ടേം പ്രപ്പോസ് ചെയ്തെന്ന ഇദ്ദേഹമാണ്, ടാക്സോണമിയുടെ ഫാദർ ഇദ്ദേഹമാണ്. ഇനിതാ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ പുള്ളിയുടെ പറയാൻ പോവുകയാണ്. പുള്ളിയാണ് ഈ പേര് കൊടുക്കുന്നതിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കി തന്നത്. ആ ക്രൈറ്റീരിയ പറയുന്ന പേര് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാണ് അതിന് പറയുക. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ബൈ 2, നോമിയൽ എന്ന് പറഞ്ഞാൽ പേരുമായി ബന്ധപ്പെട്ടത്, സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ 2 പേര് വരുന്ന ഒരു സംവിധാനം, അതാണ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇത് കുറേ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ പേര് നമുക്ക് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കി തന്നത്. കാരണം ഇദ്ദേഹം പേരെടുത്തിരിക്കുന്നതെല്ലാം ലാറ്റിൻ പേരുകളാണ് എടുത്തിരിക്കുന്നത്. ഈ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്തിനുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് എവിടെ ചെന്നാലും ജീവികൾക്കെല്ലാം ഒറ്റ പേരെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൈനോമിയൽ സിസ്റ്റത്തിലുള്ള പേരറിയാമെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ തേങ്ങ നമ്മൾ ഈ ഇന്ത്യയിൽ നമ്മൾ ബൈനോമിയൽ സിസ്റ്റം വെച്ചിട്ട് പറയുന്ന പേര് തന്നെ ആയിരിക്കും നിങ്ങൾ അമേരിക്കയിൽ ചെന്നാലും ഇംഗ്ലണ്ടിൽ ചെന്നാലും ആഫ്രിക്കയിൽ ചെന്നാലും ഒക്കെ ആ പേര് അതേ പേര് തന്നെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ പല സാധനങ്ങൾക്കും എന്ത് ചെയ്യില്ല, അങ്ങനത്തെ ഒരു പേര് ഇല്ലാതിരുന്നു. അതിനെ ഒന്ന് ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉണ്ടാക്കി വെച്ചത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ചുവന്ന ഒരു മീനുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു മീനുണ്ട്. ഇതാണ് നമ്മൾ കിളിമീൻ എന്ന് ചിലർ പറയും, ചെങ്കലവ എന്ന് പറയും, ചെമ്പല്ലി എന്ന് പറയും. പക്ഷേ അത് മലപ്പുറം ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് പേര് കുറച്ച് രസമുള്ള പേരാണ്. അതിന് നമ്മൾ പുയ്യാപ്പളക്കോര എന്നാണ് പറയുക. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ചെങ്കലവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ പറ്റില്ല. അത് എന്താണെന്ന് പോലും അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പേരിൻ്റെ വ്യത്യാസമുണ്ട്. ചില പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ നാടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ നമ്മളെ തല്ലും. അതൊക്കെ തെറി പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ തല്ലും. അപ്പോൾ അങ്ങനെ പേരുകളിലുള്ള വ്യത്യാസം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഈ കാൾ ലിനേസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പ്രൊപ്പോസ് ചെയ്തതെന്ന്. അപ്പോൾ കാൾ ലിനേസാണ് ഈ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ ആ കാര്യത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ പ്രൊപ്പോസ്ഡ് ബൈ കാൾ ലിനേസ്. ശ്രദ്ധിച്ചോണം, ഇദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഇതിൻ്റെ പേരിടൽ ചടങ്ങിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് പേരിനകത്ത് 2 പാർട്ടുകളുണ്ടാകും. നിങ്ങളുടെ കൂട്ടത്തിലുമൊക്കെ ആളുകൾക്കുണ്ടാകും 2 പേരുകളുള്ള. ഇപ്പം അരുൺ ശശി എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ അച്ഛൻ്റെ പേര് ശശി, അദ്ദേഹത്തിൻ്റെ പേര് അരുൺ, 2 പേരും കൂടെ ചേർത്ത് അരുൺ ശശി എന്നായിരിക്കും പറയുക. നിത, ഫാത്തിമ, അങ്ങനെ 2 പേരുകളുള്ള ആൾക്കാരുണ്ടാകും. അതുപോലെ നമുക്ക് ചെടികൾക്കും 2 പേരുകൾ, 2 വാക്കുകൾ വരുന്ന പേരുകളാണ് നമ്മൾ കൊടുക്കുക. 2 വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആദ്യം എഴുതുന്നത് അതിൻ്റെ ജനറിക് നെയിമാണ് എഴുതുക. ജനറിക് നെയിം. 2 പാർട്ടുകൾ ആ പേരിനകത്തുണ്ടാകും. ആ പേര് ആദ്യം ജനറിക് നെയിമും ആണ് ആദ്യം കൊടുക്കുക. പിന്നെ ഉള്ളത് സ്പീഷീസ് നെയിമാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം, അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിതെറ്റ് എന്ന് പറയും. അപ്പോൾ 2 പാർട്ട്, ജനറിക് നെയിമും സ്പീഷീസ് നെയിമും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ ഓർഗാനിസത്തിന് പേര് കൊടുക്കുക. അയാളുടെ പേരിനകത്ത് ആ 2 പാർട്ടുകളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ അരുൺ ശശി എന്ന് പറയുന്ന പേരാണെങ്കിൽ അതിനകത്ത് അരുൺ എന്ന് പറയുന്നതാണ് അയാളുടെ ജനറിക് നെയിം. നമ്മൾ പറയുന്നതിന് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ പേര് എന്ന് പറയുന്നത് പോലെ ഒരു പേര്. സ്പെസിഫിക് നെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു പേരാണ് സ്പെസിഫിക് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ജനറിക് നെയിമും ഉണ്ടാവും, സ്പെസിഫിക് നെയിമും ഉണ്ടാവും. ഇങ്ങനെയുള്ള 2 പേരുകൾ. ഉദാഹരണത്തിന് ഇപ്പോൾ നെല്ലിൻ്റെ പേര് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക: ഒറൈസ സറ്റൈവ എന്നാണ് എഴുതുക. നെല്ലിൻ്റെ പേര് ഇങ്ങനെയാണ്, ഒറൈസ സറ്റൈവ എന്ന്. ഇതിനകത്ത് ഒറൈസ എന്ന് പറയുന്നത് അതിൻ്റെ നെല്ലിൻ്റെ ജനറിക് നെയിമും സറ്റൈവ എന്ന് പറയുന്നതിൻ്റെ സ്പെസിഫിക് നെയിമും ആയിരിക്കും. ഇനി നിങ്ങൾ വെറുതെ അങ്ങ് പേരിടാനൊന്നും പറ്റില്ല. ബൈനോമിയൽ നോമൻക്ലേച്ചറിനകത്ത് ലിനേസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരാൾക്ക് ഇതേപോലെ 2 പേര് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ദ റൂൾസ് ഓഫ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അപ്പോൾ എഴുതുക, ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിൻ്റെ റൂൾസിൽ ഒന്നാമത് നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ഈ പേരുകൾക്കെല്ലാം, ബൈനോമിയൽ സിസ്റ്റം പേരുകൾക്കെല്ലാം 2
വാക്കുകൾ ഉണ്ടാവണം. ഒരു ജനറിക് നെയിമും ഒരു സ്പെസിഫിക് നെയിമും ഉണ്ടാകണം. അപ്പോൾ അതിനകത്ത് ദ നെയിം ഹാവ് 2 വേർഡ്സ് ഉണ്ടാകണം. അതെന്തൊക്കെ ആയിരിക്കണം? ജീനസ് പേരും സ്പീഷീസ് പേരും ആയിരിക്കണം. ജീനസും സ്പീഷീസൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ 2 വേർഡ്സ് അതിനകത്തുണ്ടാകണം, ജനറിക് നെയിമും സ്പെസിഫിക് നെയിം. അടുത്തത്, എല്ലാ ബൈനോമിയൽ സിസ്റ്റം നോമൻക്ലേച്ചറിനകത്ത് നമ്മൾ പേര് കൊടുക്കുന്ന പേരുകളെല്ലാം തന്നെ ലാറ്റിൻ പേരുകളാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഇറ്റാലിക്സിൽ എഴുതണം. ഇറ്റാലിക്സിൽ ആയിരിക്കണം. ഇറ്റാലിക്സിൽ എഴുതുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ, ലാറ്റിൻ പേരാണ്. ഇറ്റാലിക്സ് എഴുതാൻ അറിയാമല്ലോ, ഇത് ഇങ്ങനെ ചരിച്ച് നമ്മളിപ്പോൾ ഇറ്റാലിക്സ് എന്ന് തന്നെ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ചരിച്ചെഴുതുന്നതാണ് ഇറ്റാലിക്സ്. ഇനി നിങ്ങൾ എഴുതുകയല്ല, അല്ല പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധം, അതിന് അടുത്തൊരു പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതിൻ്റെ 3ാമത്തെ പോയിന്റ് പറയുകയാണ്, നിങ്ങൾ ഒരു സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ അല്ലെങ്കിൽ ബൈനോമിയൽ നെയിം എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. റൈറ്റ് ഇൻ സെപ്പറേറ്റ് വേർഡ്സ്, ദേ റൈറ്റ് സെപ്പറേറ്റ്ലി. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രത്യേകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 2 പേരുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യുകയും വേണം. നമ്മൾ നേരത്തെ എഴുതിയ ഒറൈസ സറ്റൈവ, ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന സമയത്താണെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയും വേണം, അതിനെ അണ്ടർലൈൻ ചെയ്യുകയും വേണം, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുകയും വേണം. അടുത്തത് പറയുന്നത്, അപ്പം സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഇനി നിങ്ങൾ എഴുതുകയല്ല പ്രിൻ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ നോട്ട് ടൈപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഇറ്റാലിക്സിൽ വേണം ആ പേര് എഴുതാൻ. ഇറ്റാലിക്സിൽ വേണം എഴുതാൻ, ചരിച്ചു വേണം എഴുതാൻ. അത് പേര് വ്യത്യാസമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് 4ാമത്തെ പോയിന്റിലേക്ക് വരിക. നിങ്ങൾ ജീനസ് നെയിമും സ്പെസിഫിക് നെയിമും എഴുതുന്ന സമയത്ത് ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിലും സ്പെസിഫിക് നെയിം സ്മോൾ ലെറ്ററിലും വേണം എഴുതാൻ. സ്മോൾ ലെറ്ററിലും വേണം എഴുതാൻ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി എഴുതണമെന്നല്ല, ഇവിടെ അക്ഷരമാലയിൽ ചെറിയ ലെറ്ററിലായിരിക്കണം ഇത് എഴുതേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതുമ്പോൾ ഈ മാഞ്ചിഫെറ എന്ന് പറയുന്ന ജീനസ് നെയിം അതിൻ്റെ എം വലുതും ഐ സ്മോൾ ലെറ്ററുമായിട്ട് വേണം എഴുതാൻ. ക്ലിയർ ആയല്ലോ? മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതി സയൻറ്റിഫിക്. ഇതാണ് അടുത്ത നിയമം. എങ്ങനെയായിരിക്കണം? ജീനസ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്പെസിഫിക് നെയിം സ്മോൾ ലെറ്റർ. അടുത്ത പ്രത്യേകത, ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം പേര് ആയി. നമ്മൾ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എഴുതി. ഇനി ഒരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എങ്ങനെ ഈ പേര് കൊടുത്ത ആളിൻ്റെ ഓദറിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ ഞാനാണ് ഈ നെല്ലിൻ്റെ പേര് കണ്ടുപിടിച്ച പേര് ഡിഫൈൻ ചെയ്തതെങ്കിൽ എൻ്റെ പേരിൻ്റെ ഒരു അബ്രീവിയേഷൻ, ഒരു ഷോർട്ട് ഫോം എന്ത് ചെയ്യണം? ഈ പേരിൻ്റെ അവസാനം നോർമലായിട്ട് എഴുതി വെക്കണം. ഇപ്പോൾ ഒറൈസ സറ്റൈവ അത് കണ്ടുപിടിച്ചത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? അവസാനം എൻ്റെ പേര് സുധീർ എന്നുള്ള പേരിൻ്റെ അവസാനം SUD എന്ന് എന്ത് ചെയ്യും? ഞാൻ എഴുതിയൊരു കുത്തിട്ട് പോയി. അപ്പം പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒറൈസ സറ്റൈവ, ഇതിൻ്റെ ഒറൈസ എന്ന് പറയുന്നത് ജനറിക് നെയിമാണ്, സറ്റൈവ എന്ന് പറയുന്നത് സ്പെസിഫിക് നെയിമാണ്. ഇത് പേര് ഡിഫൈൻ ചെയ്ത് കൊടുത്തത് സുധീർ എന്ന് പറയുന്ന ആളാണ്. പിടി കിട്ടിയോ? അപ്പോൾ മിക്ക പേരുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ലിനേസ് എന്ന് പറയുന്ന പേരായിരിക്കും കാണുക. അപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്കയൊക്കെ നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം ഇത് ലിനേസ് ആണ് ഈ പേര് കൊടുത്തത് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. പിടി കിട്ടിയോ? ഇങ്ങനെയാണ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഈ നിയമങ്ങൾ 5 നിയമങ്ങൾ, ഇനി 5 നിയമങ്ങൾ പറഞ്ഞാൽ ലാസ്റ്റ് ഇതും കൂടെ ഏതാ? ഓദറിൻ്റെ പേര് അറിയാമെങ്കിൽ അത് നിങ്ങൾ അബ്രീവിയേഷനിൽ ചെറുതാക്കി എഴുതണമെന്നും പറഞ്ഞു. അങ്ങനെ 5 നിയമങ്ങൾ, നമ്മൾ ഏകദേശം 5 നിയമങ്ങൾ പറഞ്ഞു. ഈ 5 നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടണം. പരീക്ഷയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു പേര് തന്നിട്ടുണ്ടാകും, പാന്തീറ ടൈഗ്രിസ്, അതായത് ടൈഗറിൻ്റെ പേര്, കടുവയുടെ പേര് തന്നിട്ട് എഴുതിയിട്ടുണ്ടാകും. അത് ചിലപ്പം ഈ ടൈഗ്രിസ് എന്ന് പറയുന്ന T എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് തെറ്റാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ പേര് തന്നിട്ട് ഇതിനകത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, മിസ്റ്റേക്കുകൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പേരെഴുതാൻ പറയും. അങ്ങനെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. നിങ്ങൾ എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്യണം. ചരിച്ചാണ് ഇറ്റാലിക്സിൽ എഴുതണം. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ ഇങ്ങനെ നോമൻക്ലേച്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും? നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഓർഗാനിസത്തിൻ്റെ പേര് എന്ത് ചെയ്തിരിക്കും? സെയിം ആയിരിക്കും. ഇഫ് യു ഗിവ് ഡിസ്ക്രിപ്ഷൻ ഫോർ എ സ്പെസിഫിക് ഓർഗാനിസം, ദെൻ
in anywhere of where world they will define the name. It will be same all over the world. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച് ഓർഗാനിസം ഹാവ് ഓൺലി വൺ നെയിം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഓർഗാനിസത്തിനും ഒരൊറ്റ പേര് മാത്രമേ കാണുള്ളൂ. അത് ഓൾ ഓവർ ദ വേൾഡ്, ലോകത്ത് എവിടെ ചെന്നാലും ആ പേരിൽ തന്നെ അവരറിയുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയല്ല, ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴായിട്ട് തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിനകത്ത് നിന്ന് കിട്ടും. ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ നോമൻക്ലേച്ചർ തൊട്ടാണ് തുടങ്ങിയത്, അല്ലെ ടാക്സോണമി തൊട്ടാണ് തുടങ്ങിയത്. ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. അത് നമ്മൾ ടാക്സോണമി ഡിഫൈൻ ചെയ്തു, പ്രൊപ്പോസ് ചെയ്ത ലിനേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പുസ്തകം സിസ്റ്റം ആൻഡ് നാച്ചർ എന്ന് പറയുന്ന ബുക്കിൻ്റെ പേര് പറഞ്ഞു. ICBN പറഞ്ഞു, ICZN പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ്. ഇനി ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് കാൾ ലിനേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സോണമി, ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, ദെൻ സിസ്റ്റമാറ്റിക്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? താങ്ക് യു.